നമസ്കാരം. റേക്കിയുടെ പുതിയൊരു ക്ലാസ്. ഇതിനു മുമ്പ് പല ക്ലാസ്സുകളിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ക്രോഡീകരിച്ചെന്ന് ചുരുക്കി പറയുന്നു. ഈ റേക്കി എന്താണെന്ന് എല്ലാവർക്കും അറിയാം. പ്രാണൻ ഉപയോഗിച്ചുള്ള ചികിത്സാ രീതിയെ റേക്കി എന്ന് പറയുന്നു. പ്രാണൻ ഘനീഭവിച്ചിട്ടാണ് എല്ലാം ഉണ്ടായിട്ടുള്ളത് എന്ന് വേദം പറയുന്നു. ഒരു ശരീരത്തിൽ രോഗം പ്രവർത്തിച്ചു തുടങ്ങുന്നത് ശരീരത്തിലെ ഈ കോശകലകൾ ശരിയാവണ്ണം പ്രവർത്തിക്കാതെ വരുന്ന സന്ദർഭത്തിലാണ് രോഗാവസ്ഥ ഉടലെടുക്കുന്നത്. അപ്പോൾ റേക്കി ഫിസിക്കലായിട്ടുള്ള രോഗങ്ങളെ സുഖപ്പെടുത്താൻ സാധിക്കും. റേക്കി മാനസികമായിട്ടുള്ള അസുഖകരമായിട്ടുള്ള ഗിഡിനസ്, ഉന്മാദ രോഗങ്ങൾ ഇവയൊക്കെ സുഖപ്പെടുത്താൻ സാധിക്കും. റേക്കി ഒരു വ്യക്തിയുടെ സമഗ്രപാതയിലേക്ക് ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വഴികാട്ടിയാകും. ഒരു സ്പിരിച്വൽ ഫുൾഫിൽമെൻറ്റിന് വഴിയൊരുക്കും. ഇപ്പോൾ റേക്കി എന്ന് പറയുന്ന ചികിത്സാ രീതി മൈൻഡ്, ബോഡി, സ്പിരിറ്റ് ഇക്വിലിബ്രിയം, മനസ്സ്, ശരീരം, ആത്മാവ് ഒരേക ശിലാഖണ്ഡത്തിലേക്ക് എത്തിച്ചേർക്കുന്ന ഒരു പ്രക്രിയയ്ക്കാണ് റേക്കി എന്ന് പറയുന്നത്. ഇത് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന എനർജിയാണ്, ഊർജമാണ്. അതിനെ കപാലകുണ്ടലങ്ങളിലൂടെ ആവാഹിച്ച്, അതായത് സ്പിന്നിങ് വീൽസ്, ചുഴി പോലെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ചക്രങ്ങൾ വഴി, കപാലകുണ്ടലങ്ങൾ വഴി പിടിച്ച് ആ ഉൽപ്പത്തി സ്ഥാനത്ത് നിന്ന് സ്വാംശീകരിച്ച് കൈവെള്ളകളിലൂടെ പുറത്തു കൊണ്ടുവരുന്ന പ്രക്രിയയ്ക്കാണ് റേക്കി ഹീലിംഗ് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാർക്കും സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലാളിത്യം. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ യോഗ്യതകളൊന്നും തന്നെ അനിവാര്യമല്ല. റേക്കി എന്നീ രണ്ട് ഘടകപദങ്ങൾ ചേർന്നതാണ് റേക്കി. ജാപ്പനീസ് പദങ്ങളാണ് റേ, കി എന്ന രണ്ട് വാക്കുകൾ. ഈ റേ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സ് എന്നും, കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാണൻ എന്നുമാണ് വിവക്ഷിക്കുന്നത്. ഇപ്പം ഭാരതത്തിൽ ഈ കീയെ പ്രാണൻ എന്ന സംജ്ഞയിലാണ് വിളിക്കുന്നത്. പല സംസ്കൃതികളിലും ഇതിങ്ങനെ ഈ കീയെക്കുറിച്ച് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഭാരതത്തിൽ കീ എന്നാൽ പ്രാണൻ. അപ്പോൾ പ്രാണൻ, വിശ്വപ്രാണൻ, അതിങ്ങനെ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിശ്വപ്രാണൻ, വിശ്വതേജസ് എന്നൊക്കെ വേണമെങ്കിൽ അതിന് പറയാം. ഇതകത്തിരിക്കുമ്പോൾ അതിനെ ആധ്യാത്മിക പ്രാണനെന്നും പുറമേ ഇരിക്കുമ്പോൾ പ്രാപഞ്ചിക പ്രാണനെന്നും പറയുന്നു. ഈ പ്രാണൻ ശരീരകലകളിൽ നിറഞ്ഞിരിക്കുന്നുണ്ട്. ശരീരകോശങ്ങൾ ഉണ്ടാകുന്നത് ഈ പ്രാണൻ്റെ ഘനീഭാവമാണ്. അങ്ങനെ പ്രാണരാഹിത്യത്തിൽ ദുർബലമായ കോശങ്ങളെ ഉദ്ദീപിപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് റേക്കിയുടെ ഒരു സവിശേഷമായിട്ടുള്ള ഗുണം. നമ്മുടെ ശരീരത്തിൻ്റെ ഈ പ്രഭാവലയം എന്ന് പറയുന്ന ആ ഒരു സംജ്ഞയിലൂടെ ഇന്ന്
വെളിവായിട്ടുള്ള ഒരു കാര്യമാണ് ഓറിക് ഫീൽഡ്, എനർജി ഫീൽഡ്, ഓറ എന്നാണ് അതിന് പറയുന്നത്. അങ്കുഷ്ടമാത്ര പുരുഷ എന്ന് വേദത്തിൽ പറയുന്നു. കാലിൻ്റെ പെരുവിരൽ മുതൽ തലയുടെ ഉച്ചി വരെ വ്യാപിച്ചു നിൽക്കുന്ന ദൃശ്യഗോചരമായ ഒരു ലിംഗശരീരം നിനക്കുണ്ട് എന്ന് വേദം പറയുന്നു. അത് എല്ലാവർക്കും അത് ദർശിക്കാനും സ്പർശിക്കാനും സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ എനർജി ബോഡി, ഈ ലെയേഴ്സ് അനുനിമിഷം ബ്രഹ്മാണ്ടത്തിലേക്ക്, അതായത് മാക്രോകോസത്തിലേക്ക് സ്പന്ദിച്ചു കൊണ്ടിരിക്കുകയാണ്. എവിടെ നിന്നാണോ ഞാൻ എന്ന് പറയുന്ന ഈ സ്വരൂപം സംജാതമായിട്ടുള്ളത്, ഈ ഞാൻ എന്ന് പറയുന്ന ഈ സ്വരൂപം ആ തുടക്കത്തിലേക്ക് തിരിച്ച് സ്പന്ദിക്കുന്നു. അത് എനർജി ഇങ്ങനെ നമ്മളുടെ ലോങ്ങിവിറ്റി ചോർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ആയുർദൈർഘ്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് സ്പന്ദിക്കുന്നത്, ഈ ഓറയാണ് സ്പന്ദിക്കുന്നത്, ഈ വൈബ്രേഷൻ, ഈ ഫ്രീക്വൻസി. ഈ ഫ്രീക്വൻസിയെ ക്രമീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏജ് റീബാക്കിംഗ് എന്നുള്ള ഒരു ഇതിലേക്ക് എത്താൻ പറ്റും. ഇപ്പോൾ മോഡേൺ ആധുനികമായിട്ടുള്ള ചികിത്സാ രീതികളെല്ലാം തന്നെ ബയോ ഹാക്കിങ് എന്നുള്ള രീതിയിലൊക്കെ തിരിച്ചു പിടിക്കുന്നു. റിജുവിനേഷൻ അല്ലെങ്കിൽ കായകൽപ്പം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ചികിത്സാ രീതികളിൽ അവലംബിക്കുന്ന മെത്തേഡുകൾ ഈ അതിപൗരാണികരായിരുന്ന ഗോത്രവർഗ സമൂഹം ചെയ്തിരുന്നതായിരുന്നു. ഈ നഷ്ടപ്പെട്ടു പോയ ഊർജത്തെ തിരിച്ചു പിടിക്കുന്ന സാങ്കേതിക ജ്ഞാനം അവരിലുണ്ടായിരുന്നു. അവർക്ക് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ യോഗ്യതയോ ഇല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ബിരുദങ്ങളോ ഒന്നും ഉണ്ടായിട്ടല്ല. അവരത് പരമ്പരാഗതമായി അവർ വാമൊഴിയായി കേട്ടുപഠിച്ച് പോന്നിട്ടുള്ളതാണ്. അങ്ങനെ ഒരു വിദ്യയാണ് റെയ്ക്കിയും. ക്രിസ്തുവിന് മുമ്പ്, ബുദ്ധന് മുമ്പ് ഒക്കെ നിലനിന്നിരുന്ന ഒരു ചികിത്സാ രീതിയായിരുന്നു. പിന്നീട് അത് നഷ്ടപ്പെട്ടപ്പോൾ അത് ഡോക്ടർ മിഖാവോ ഉസോയിയാണ് ഈ ചികിത്സാ രീതി റീഡിസ്കവേർഡ് ചെയ്തത്. ജപ്പാനീസ് ബുദ്ധിസ്റ്റ് മങ്കായിരുന്നു അദ്ദേഹം. അപ്പോൾ ഈ ശരീരം ആധുനിക ശാസ്ത്രമനുസരിച്ച് മൈക്രോബയോളജിയിൽ എക്ടോഡം വരെയുള്ള പഠനത്തെക്കുറിച്ചാണ് നമുക്ക് ഒരു അവബോധം വരുന്നുള്ളൂ. എക്ടോഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ, ഭക്ഷണത്തിൻ്റെ എനർജി നഖത്തിൽ വന്നു നിൽക്കുന്ന ആ ഒരു പുള്ളിക്കുത്ത് ആയിത്തീരുന്നു. അതിൻ്റെ അന്നത്തിൻ്റെ ഇത് വീര്യമായിട്ട് നഖത്തിലെത്തിച്ചേരുന്ന അവസ്ഥയ്ക്കാണ് എക്ടോഡം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും സൂക്ഷ്മമായ കണിക പരിശോധിക്കുന്ന മൈക്രോബയോളജി. അത് കഴിഞ്ഞിട്ടുള്ള ശാസ്ത്രശാഖയാണ് എക്ടോപ്ലാസം. ഇത് ഫിസിക്കൽ ബോഡി വിട്ടിട്ടുള്ള ഇമ്മിറ്റീരിയൽ ബോഡിയിലേക്കുള്ള പഠനമാണ് ഈ എക്ടോപ്ലാസം, ആ സ്റ്റഡി. എക്ടോപ്ലാസത്തിൻ്റെ എമിറ്റിംഗ് റേറ്റ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ലോങ്ങിവിറ്റി കുറയുന്നു, ദീർഘ ആയുസ് കുറയുന്നു. എക്ടോപ്ലാസത്തിൻ്റെ എമിറ്റിംഗ് റേറ്റ് കുറയുമ്പോൾ ലോങ്ങിവിറ്റി കൂടുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു ശാസ്ത്രീയ വശം. അപ്പോൾ ഇത് ഈ എക്ടോപ്ലാസത്തിൻ്റെ എമിറ്റിംഗ് റേറ്റ് കുറയ്ക്കാനും ഇതെങ്ങനെയാണ് ഫിസിക്കൽ ബോഡിയിലേക്ക് ഇത് സംഘാതം സൃഷ്ടിക്കുന്നത് എന്നുള്ള ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിഷയം ഇന്നിവിടെ പറയുന്നത്. അപ്പോൾ നാം കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് എങ്ങനെയാണ് നമ്മളുടെ എവിടെ നിന്നാണ് നമ്മളുടെ കോശങ്ങളിൽ നടക്കുന്ന ഊർജ ഉൽപാദനത്തിന് അല്ലെങ്കിൽ പ്രവർത്തനത്തിന് വേണ്ടുന്ന ആ ഊർജം, ഇന്ധനം നമുക്ക് ലഭിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ആദ്യം ഒന്ന് പരിശോധിക്കുക. അപ്പോൾ നാം കഴിക്കുന്ന ഭക്ഷണത്തിലെ അന്നജം, കൊഴുപ്പ് തുടങ്ങിയ പോഷക ഘടകങ്ങളാണ് ഇന്ധനമായി മാറുന്നത്. ഈ ഊർജ വിനിമയം, അതായത് തികച്ചും ഉപയോഗപ്രദവും സുരക്ഷിതവുമായ രീതിയിൽ സവിശേഷ പരിസ്ഥിതിയിലാണ് കോശങ്ങളിൽ നടക്കുന്നത്.
അപ്പോൾ DNA കോശങ്ങളിലെ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന ഈ കോശഭാഗങ്ങളിലാണ് ഈ പ്രവർത്തനം മുഴുവനും നടക്കുന്നത്. അപ്പോൾ കോശരാസാഗ്നി, അതായത് എൻസൈമായും പ്രവർത്തിക്കുന്ന പ്രത്യേകതരം പ്രോട്ടീൻ തന്മാത്രകൾ അടങ്ങുന്ന സൈറ്റോക്രോം ഓക്സിഡേസ് സിസ്റ്റം മൈറ്റോകോൺട്രിയയിലുണ്ട്. അപ്പോൾ മൈറ്റോകോൺട്രിയയിൽ നാം കൊടുക്കുന്ന ട്രിഗറിങ് നമുക്ക് നമ്മളുടെ ഈ ലോങ്ങിവിറ്റിയെ മുന്നോട്ട് കൂട്ടിക്കൊണ്ടുപോകാൻ സാധിക്കും. അതിനുള്ള ഒരു പഠനഭാഗം വന്നു നിൽക്കുന്നത് മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു പരിശീലനത്തിലാണ്. ഒരു വ്യക്തിക്ക് 3 തരത്തിലുള്ള വയസ്സ് ഉണ്ടെന്നാണ് ഈ ശാസ്ത്രശാഖ പറയുന്നത്. ഒന്ന് ബയോളജിക്കൽ ഏജ്, മറ്റൊന്ന് ക്രൊണോളജിക്കൽ ഏജ്, വേറൊന്ന് സൈക്കോളജിക്കൽ ഏജ്. ഈ ബയോളജിക്കൽ ഏജും ക്രൊണോളജിക്കൽ ഏജും സൈക്കോളജിക്കൽ ഏജും ഇവ 3ഉം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരാൾ ഒരു 50 വയസ്സുള്ള ഒരാളുടെ ബയോളജിക്കൽ ഏജ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏതാണ്ട് 61 എത്തുന്നു. അപ്പോൾ ഇത് പെട്ടെന്ന് കടന്നു പോകുന്നു ഈ ബയോളജിക്കൽ ഏജ്. അപ്പോൾ ഈ ബയോളജിക്കൽ ഏജിനെ നമുക്ക് ചുരുക്കി കൊണ്ടുവരണം. എന്നാൽ മാത്രമാണ് ഈ ശരീരത്തിൻ്റെ ലോങ്ങിവിറ്റി കൂട്ടിയെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഏജ് റീബാക്കിലൂടെ അങ്ങനെ ഒരു ഇതിനെ തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ഒരു ചികിത്സാ സമ്പ്രദായമായിട്ടാണ് റെയ്ക്കിയെ കാണുന്നത്. അതിന് റെയ്ക്കി കോശങ്ങളിലെ ഈ DNA മൈക്രോകോൺട്രിയ ആ ഭാഗങ്ങളിൽ ട്രിഗറിങ് ആക്ടിവേഷൻ കൊടുക്കുന്നു, പെട്ടെന്ന് പ്രവർത്തനക്ഷമമാക്കുന്നു. നിർജീവമായ കോശങ്ങളിൽ ഈ എനർജി നാം പ്രവഹിപ്പിക്കുമ്പോൾ അത് പെട്ടെന്ന് സടകുടഞ്ഞെഴുന്നേറ്റ് പ്രവർത്തിക്കാൻ തുടങ്ങും. ആ സമയത്ത് ഈ ബയോളജിക്കൽ ഏജാണ് കുറയുന്നത്. അപ്പോൾ ഒരു 100 വയസ്സുള്ള ഒരാൾക്ക് ഒരു 80 വയസ്സിൻ്റെ ഒരു ഇതായിരിക്കും തോന്നുകയുള്ളൂ. ഇല്ലെങ്കിൽ 60 വയസ്സുള്ള ഒരാൾക്ക് 40 വയസ്സിൻ്റെ ഒരു ഇതായിട്ടാണ് അനുഭവപ്പെടുകയുള്ളൂ. അങ്ങനെ ATP തന്മാത്രകളുടെ ഈ പ്രവർത്തനത്തെ കോശകലകളിലെ ഈ ഓക്സിഡേസ് സിസ്റ്റം മൈറ്റോകോൺട്രിയയിലുള്ളത് സംവിധാനത്തെ നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന ഇത് ഉപയോഗിച്ച് സ്റ്റാർച്ചും കൊഴുപ്പും ഉപയോഗിച്ച് ഓക്സീകരണത്തിലൂടെ, അതായത് കത്തലിലൂടെ, കത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ജലമാണ് 82%. ജലത്തിലൊരു സാധനവും കത്തില്ല. അപ്പോൾ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഇൻറ്റേർണലായിട്ടുള്ള ആ ഭാഗത്ത് നടക്കുന്ന ടർബുലൻസ് അല്ലെങ്കിൽ ആ കത്തൽ പ്രക്രിയ, ആ ക്രിയേഷൻ, നമുക്കത് നിർവചിക്കാൻ കഴിയാത്ത ഒരു സാന്നിധ്യമാണ്. നമുക്കൊരു നനഞ്ഞ ഒരു അടുപ്പിൽ ഇല്ലെങ്കിൽ ഒരു നനഞ്ഞ വിറക് കഷ്ണത്തിൽ കത്തിച്ചിട്ട് ഒരു ചപ്പാത്തി വേവിക്കാൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ പിന്നെ 82% ജലം നിറഞ്ഞ ഈ ദേഹത്തിൽ എങ്ങനെ ആണ് ഈ കത്തൽ പ്രക്രിയ നടക്കുന്നത്? അതൊരു വലിയ അത്ഭുതം തന്നെയാണ്. ഈ കോശ കലകൾക്കുള്ളിൽ നടക്കുന്ന ഈ കത്തൽ പ്രക്രിയ. അപ്പോൾ അത് ആ എൻസൈം ഉൽപാദനത്തിൻ്റെ ആ ഇതിൽ അത് പരിണമിക്കുന്നത് ഒരു സംഭരണ തന്മാത്രയായിട്ട് ഇത് മാറുകയാണ് ചെയ്യുന്നത്. സ്റ്റോറേജ് മോളിക്യൂൾ. അത് എല്ലാ ജീവവർഗങ്ങളിലും ഈ ATP തന്മാത്രകൾ അടിസ്ഥാന ഊർജ സംഭരണ യൂണിറ്റുകളായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ RNA DNA
ഡീപ്പായിട്ട് ഇൻവോൾവ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ട്രിഗറിങ് മെക്കാനിസം സ്റ്റാർട്ടപ്പ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഈ റേക്കി പവറിനുണ്ട്. അങ്ങനെ കോശകലകളെ റിജുവിനേറ്റ് ചെയ്യുന്നു. ട്രിഗർ ഇതിലൂടെ മൈറ്റോകോൺട്രിയ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കാനുള്ള ഏറ്റവും നല്ല ഒരു മെത്തേഡാണ് ഈ റേക്കി എന്ന് പറയുന്ന ഹീലിംഗ് മെത്തേഡ്. നമ്മളിത് കൈകൾ വഴിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ശരീരത്തിൻ്റെ നമ്മൾ മനസ്സിച്ഛിക്കുന്ന സ്ഥലത്തേക്ക് ഇത് മൂവ് ആകാനുള്ള ഒരിതുണ്ട്. അപ്പോൾ അതിന് പ്രധാനമായിട്ട് വേണ്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രമാണങ്ങൾ, അതായത് സ്പർശം പ്രമാണമാണ് റേക്കിയിൽ ഉപയോഗിക്കുന്നത്, ശബ്ദ പ്രമാണമുണ്ട്, സ്പർശ പ്രമാണമുണ്ട്, കാഴ്ച പ്രമാണമുണ്ട്, രുചി, അതുപോലെ മറ്റൊന്നാണ് നമുക്ക് കേൾവി. അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് വിഷയീഭവിക്കുന്ന കാര്യങ്ങളിലൂടെ റേക്കിയെ മുന്നോട്ട് നയിക്കാൻ സാധിക്കും റേക്കി പഠിച്ചിട്ടുള്ള ഒരാൾക്ക്. ഇനി റേക്കിയൊന്നും പഠിക്കാത്ത ഒരാൾക്കും ഈ കോശകലകളിലെ മൈറ്റോകോൺട്രിയ സിസ്റ്റത്തെ ട്രിഗറിലേക്ക് എത്തിക്കാൻ, ആ ഒരവസ്ഥയിലേക്ക് എത്തിച്ച് ബയോളജിക്കൽ ഏജ് ഷോർട്ടാക്കി കൊണ്ടുവരാൻ ചില തരത്തിലുള്ള റേക്കി പോലുള്ള പ്രാക്ടീസ് കൂടാതെ തന്നെ മറ്റു മാർഗങ്ങളും അവലംബിക്കാറുണ്ട്. ഇത് ശ്വസനത്തിലൂടെ റേക്കിയെ സ്വീകരിക്കാൻ സാധിക്കും. അപ്പോൾ നാം ഒരിക്കലും ശ്വാസം എടുക്കുമ്പോൾ ഈ ഓക്സിജൻ മാത്രമല്ല അതിനകത്ത് അടങ്ങിയിട്ടുള്ളത്. ഇതിനകത്ത് ഈ പ്രാണൻ വഹിക്കാനുള്ള ഒരു മാധ്യമം മാത്രമാണ് വായു. അപ്പോൾ ജീവനെ നിലനിർത്തുന്ന ഏതോ ഒരു ഘടകം ഈ ശരീരത്തിലെ കോശങ്ങളുടെ ഉള്ളിലുമുണ്ട്. അതുപോലെ തന്നെ പുറമേയുള്ള ഈ ബ്രഹ്മാണ്ടത്തിന് അങ്ങനെ ഒരു വലിയ ഒരു ശരീരം, ഒരു മോൾഡ് ഓൾറെഡി എക്സിസ്റ്റഡ് ആയിട്ട് ബ്രഹ്മാണ്ടം അല്ലെങ്കിൽ മാക്രോകോസം അതിലുണ്ട്. അതിൽ നിന്നാണ് ഈ പ്രാണൻ്റെ, ഈ വിശ്വപ്രാണൻ്റെ ഈ ഒഴുക്ക് ഇങ്ങോട്ടേക്കും അങ്ങോട്ടേക്കും ഇതിങ്ങനെ ആദാനവും പ്രധാനവുമായി തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രക്രിയയ്ക്കാണ് ബ്രീത്ത് എന്ന് പറയുന്നത്, ശ്വസനം. അപ്പോൾ ഈ ശ്വസനം സുഗമമായി നമ്മളിൽ നടന്നു കഴിഞ്ഞാൽ കോശകലകളിൽ അത് ഈ മൈറ്റോകോൺട്രിയ അതിനെ ട്രിഗർ ചെയ്യിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ സാധാരണ എല്ലാവരും തന്നെ ശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ന് രാവിലെ എറണാകുളത്തിന് പോകണമെന്ന് ചിന്തിക്കുന്ന വ്യക്തി ശ്വസിക്കുന്നത് ഒരു പക്ഷേ എറണാകുളത്ത് നിന്നിട്ടായിരിക്കും. ഇവിടെ നിൽക്കുകയാണെങ്കിലും എറണാകുളത്തു നിന്നായിരിക്കും ആ വ്യക്തി ശ്വസിക്കുന്നത്. അങ്ങനെ ശ്വസിക്കരുത്. നമ്മൾ ശ്വസിക്കുമ്പോൾ എപ്പോഴും ഒരു 12 അങ്കുലം വീതിയിൽ നമ്മളുടെ ചേർന്ന്, നമ്മളുടെ നാസാരന്ധ്രങ്ങളോട് ചേർന്ന് നമ്മൾ ഡീപ്പായിട്ട് ശ്വസിച്ചെടുക്കുക. അങ്ങനെ ഡീപ്പായിട്ട് ശ്വസിച്ച് നമ്മൾ ഈ ലങ്സിൻ്റെ ഇതിൽ ലങ്സിൽ ഫുള്ളായി നിറഞ്ഞു കഴിയുമ്പോൾ ശ്വാസം മെല്ലെ എക്സ്ഹെയിൽ ചെയ്യുക. അപ്പോൾ ശ്വാസകോശത്തെക്കുറിച്ചുള്ള ഒരു ബോധം നമുക്കുണ്ടെങ്കിൽ പ്രപഞ്ചത്തിൽ നിന്ന് സ്വീകരിക്കുന്നത് ഞാൻ പ്രാണനാണ്, ജൈവ തേജസ്സാണ്. ഈ ജൈവ തേജസ് എൻ്റെ എല്ലാ കോശങ്ങളിലേക്കും നിറയുന്നു എന്ന സങ്കല്പത്തിൽ തൊട്ട് ചേർന്ന് ശ്വസിക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ റേക്കി ചെയ്യുമ്പോൾ റേക്കി ആവാഹിക്കുക, ഇല്ലെങ്കിൽ ഇൻവോക്കേഷൻ ഓഫ് ലൈറ്റ് എന്നാണ് പറയുന്നത്. ആദ്യമായിട്ട് റേക്കിയെ വിളിക്കുന്നു. ഞാൻ എന്നോട് നന്ദി, ഞാൻ റേക്കിയോട് നന്ദി, ഞാൻ എന്നോട് നന്ദി എന്ന് പറയുമ്പോൾ അത് സഹസ്രാര ചക്രം വഴി വന്നത് ഹൃദയചക്രത്തിലെത്തി 2 കൈവെള്ളകളിലും നിറയും. അപ്പോൾ നിങ്ങൾ
ശ്വസനം ഈ കൈകൾക്ക് സമീപത്ത് നിന്ന് ശ്വസിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു നവോന്മേഷം പ്രകടമാകും നിങ്ങളിൽ. തന്നെയുമല്ല, അത് ഈ ദേഹത്തെ എല്ലാ കോശങ്ങളിലെയും ഈ മൈറ്റോകോൺട്രിയ ഉണർത്താൻ ഉതകുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഈ ബോഡിയിൽ നിന്ന് ഇങ്ങനെ സദാ എമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എക്ടോപ്ലാസത്തിൻ്റെ എമിറ്റിംഗ് റേറ്റ് ഷ്രിങ്ക് ചെയ്ത് ചുരുക്കിക്കൊണ്ടുവരും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബയോളജിക്കൽ ഏജിനെ നേരെ തിരിച്ചു പിടിക്കാൻ സാധിക്കും. അതായത് തെർമോഡൈനാമിസത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ റിവേഴ്സ് എൻട്രോപ്പി എന്നാണ് അതിന് പറയുന്നത്. റിവേഴ്സ് എൻട്രോപ്പി സാധ്യമാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചികിത്സാ രീതിയാണ് റേക്കി ചികിത്സാ രീതി. അപ്പോൾ റേക്കിയെക്കുറിച്ച് ഇന്ന് ധാരാളം അറിവുകൾ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ പുസ്തകങ്ങളിലും ഉണ്ട്. ധാരാളം പേരിത് പഠിച്ചിട്ടുണ്ട്, പ്രാവർത്തികമാക്കുന്നുണ്ട്. ഇതിന് പ്രത്യേകിച്ച് യാതൊരുവിധ ബുദ്ധിശക്തിയോ ഇല്ലെങ്കിൽ അറിവോ ഒന്നും തന്നെ ആവശ്യമില്ല. നമുക്കിത് കൈകളിലേക്ക് നമുക്കിത് ട്യൂൺ ചെയ്തെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ആലപ്പുഴ നിലയം റേഡിയോ കിട്ടുമെങ്കിൽ റേഡിയോ ട്യൂൺ ചെയ്യുന്ന പോലെ നമ്മുടെ ബോഡി ഒരു പ്രത്യേക ഫ്രീക്വൻസിയിലേക്ക് നാം ജീവിക്കുന്ന ഈ 2 ഡയമെൻഷൻ 3 ഡയമെൻഷനിൽ നിന്ന് 4th ഡയമെൻഷനിലേക്കോ 5th ഡയമെൻഷനിലേക്കോ നമുക്ക് നമ്മുടെ ബോഡിയെ ട്യൂൺ ചെയ്യാൻ സാധിക്കും. അങ്ങനെ യൂണിവേഴ്സുമായിട്ട് ഒരു കണക്റ്റഡ് ആകുന്ന ഒരവസ്ഥയിലേക്ക് ആയിത്തീരുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഹീലിംഗ് പവർ എല്ലാ ജീവികൾക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നതിന് തിരിച്ചറിയാനും സാധിക്കും. അതിങ്ങനെ അനുസ്യൂതം ഒരു പ്രവാഹമായി നിങ്ങളെ തേടി വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഈ റേക്കി പഠിക്കുകയും പരിശീലിക്കുകയും മറ്റുള്ളവരിലും മറ്റ് ജീവികളിലും ഇത് പ്രാവർത്തികമാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ഫോൾക്ക് മെഡിസിൻ്റെ ഉപയോഗം കൊണ്ടുണ്ടാകുന്ന ആ ദുരിതം നമുക്ക് മറികടക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ പോസിറ്റീവായിട്ട് നമുക്ക് ഫലപ്രദമായിട്ട് നമ്മുടെ ദേഹത്ത് പ്രവർത്തിക്കാൻ ഈ റേക്കി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് സാധ്യമാകും. അതുപോലെ കൃഷിയിലും മറ്റ് മൃഗങ്ങൾക്കും പെറ്റ്സ് ജീവികൾക്കൊക്കെ റേക്കി നൽകിയാൽ അതൊരു നല്ല രീതിയിൽ അത് വളർന്നു വരും. അഗ്രികൾച്ചർ മേഖലയിലാണെങ്കിൽ ഈൽഡിങ് നല്ല വിളവെടുപ്പ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും റേക്കി വഴി. റേക്കി നമുക്ക് ഒരു വിശ്രാന്തിയിൽ നമ്മളെ എത്തിക്കും എന്നുള്ളതാണ്. ശാന്തത കൊണ്ടുവരാൻ സാധിക്കും. എത്ര വലിയ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫാണെങ്കിലും എത്ര വലിയ അതിൻ്റെ മേലെയും വീണ്ടും സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാലും എത്ര ഭാരം വന്നു കഴിഞ്ഞാലും അതിനെ അനായാസേന മറികടക്കാനുള്ള ഒരു കഴിവ് റേക്കി ചാനലുകൾക്ക് ഉണ്ട് എന്നുള്ളത് ഒരു സവിശേഷ ഗുണമാണ്. ഇപ്പോൾ അങ്ങനെ സാധിക്കും. അതിന് സ്ട്രെസ്സിനെ മറികടക്കാൻ നമുക്ക് സാധിക്കും. ഈ പറയപ്പെടുന്ന നമ്മളുടെ ഏജിങ് പ്രോബ്ലത്തെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. അതുപോലെ ശ്വസനത്തിൻ്റെ കാര്യത്തിൽ നമുക്കൊരു പ്രത്യേക ധാരണ വന്നു ചേരും. ഇതുവരെ നമ്മളാരും ഈ ശ്വസനത്തെക്കുറിച്ച് നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. നമ്മളെപ്പോഴും ഭൂമിയിലേക്ക് ഈ പ്ലാറ്റ്ഫോം കിട്ടിയപ്പോൾ നമ്മൾ ശ്വസിച്ചു തുടങ്ങി. അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ ഒരു പൈസയും കൊടുക്കാതെ ഇതിങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മളൊരു ഹോസ്പിറ്റലിൽ നമ്മളിങ്ങനെ ഒരു ഓക്സിജൻ സിലിണ്ടർ വച്ച് ഓക്സിജൻ സ്വീകരിക്കുകയാണെങ്കിൽ നാം ഒരു ദിവസം എത്ര പൈസ കൊടുക്കണം? അപ്പോൾ ഈ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ അനുഗ്രഹങ്ങളോട്, ഇന്നെനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധ അനുഗ്രഹങ്ങളോട് ഞാൻ നന്ദിയുള്ളവനാണ് എന്ന ഒരു പ്രിൻസിപ്പിളാണ് റേക്കിയുടെ. അതിനെ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് മറ്റ് ജീവികളോടും ജീവസമൂഹത്തോടും ഒരു കമ്മിറ്റ്മെൻറ്റ് തോന്നും. അതുപോലെ നമ്മളുടെ എല്ലാവിധത്തിലുള്ള
ദുരിതങ്ങൾക്ക് അല്ലെങ്കിൽ ബ്ലോക്കേജസ്, അത് ബിസിനസ്സിലാണെങ്കിലും അത് വ്യക്തി ജീവിതത്തിലാണെങ്കിലും മറികടക്കാൻ നമുക്ക് റേക്കി വഴി സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ എല്ലാവർക്കും റേക്കിയുടെ ഒരു സാന്നിധ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വിത്ത് ലവ് ലൈറ്റ് ഓഫ് റേക്കി.